ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ആയുസ്സിൽ ഒരു ദിവസം കൂടെ നീട്ടിത്തന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം ആവർത്തന പുസ്തകം 31 മുതൽ 34 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 14 വാക്യം. ഇസ്സാഖാർ അസ്ഥിബലമുള്ള കഴുത. യാക്കോബിന് ലേയായിൽ ജനിച്ച മകനായിരുന്നു ഇസ്സാഖാർ. കൂലി കൊടുത്തു നേടിയത്, കൂലിപ്പണി ചെയ്യുന്ന ദാസൻ, ഊഴിയത്തിനു ദാസൻ എന്നെല്ലാമാണ് ഇസ്സാഖാർ എന്ന പേരിൻ്റെ അർത്ഥം. ഇസ്സാഖാർ വംശജർ അധ്വാനശീലരായിരുന്നു. അതിൻ്റെ ഫലമോ ഇവർ സമ്പത്തിന് ഉടമകൾ ആയിരുന്നു. ഇവർക്ക് ചുറ്റുപാടും സഹോദര ഗോത്രങ്ങൾ പാർത്തിരുന്നു. അതിനാൽ തന്നെ ഇവർ സുരക്ഷിതരും ആയിരുന്നു. ഇവർ യുദ്ധസന്നദ്ധരും പരാക്രമശാലികളും ആയിരുന്നു. ഇസ്സാഖാരിൻ്റെ പുത്രന്മാർ ഭവനത്തിനു തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമശാലികളും ആയിരുന്നു എന്ന് 1 ദിനവൃത്താന്തം 7 അധ്യായം 2 വാക്യത്തിൽ കാണുന്നു. ഇവരുടെ ആകെയുള്ള ജനസംഖ്യയെക്കുറിച്ച് സംഖ്യാപുസ്തകം 1 അധ്യായത്തിലും 26 അധ്യായത്തിലും നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഗോത്രവുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തികൾ ആരെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ദബോറായും ഈ ഗോത്ര അംഗം ആയിരിക്കാമെന്ന് കരുതുന്നുണ്ട്. ന്യായാധിപന്മാർ 5 അധ്യായം 15 വാക്യത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തിരുന്ന തോല ഇസ്സാഖാർ ഗോത്രത്തിലെ അംഗമായിരുന്നു എന്ന് ന്യായാധിപന്മാർ 10 അധ്യായം 1-2 വാക്യങ്ങളിൽ കാണാം. മൂന്നാമതായിട്ട് ബയേശ രാജാവ് ഇസ്സാഖാർ ഗോത്രത്തിലെ അംഗമായിരുന്നു. അത് 1 രാജാക്കന്മാർ 15 അധ്യായം 27 വാക്യത്തിൽ കാണുന്നു. എന്നാൽ സന്നദ്രീൻ സംഘത്തിലെ ബുദ്ധിശാലികളായ അംഗങ്ങൾ പലരും ഇസ്സാഖാർ ഗോത്രത്തിലായിരുന്നു എന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ദൈവപുരുഷനായ മോശെ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ഇസ്സാഖാരിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു: അവർ കടൽ മാർഗമുള്ള വരുമാനവും മണലിലെ നിക്ഷേപങ്ങളും അനുഭവിക്കും എന്ന്. അവർ നീതിയാഗങ്ങളും കഴിക്കുമെന്നും പറയുന്നുണ്ട്. ഇത് താബോറിലെ പുരാതനമായ ആരാധനയെയാണ് സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ താഴ്വരയുടെ വടക്കേ കോണിൽ നസറയത്തിന് 9 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പെട്ട മലയാണ് താബോർ. ഇസ്സാഖാർ ഗോത്രത്തിൻ്റെ ആരാധനാ ജീവിതം ഇതിലൂടെ നമുക്ക് വെളിവാകുന്നുണ്ട്. താബോർ മലയ്ക്ക് സമീപമായിട്ടായിരുന്നു ഇസ്സാഖാർ ഗോത്രത്തിൻ്റെ അതിരുകൾ നിർണയിക്കപ്പെട്ടിരുന്നത്. ഇസ്സാഖാർ ഗോത്രക്കാരുടെ സ്ഥാനം വെളിപ്പെടുത്തുന്ന ഒരു സൂചനയാണ് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 14 വാക്യത്തിൽ കാണുന്നത്. അവിടെ ഇപ്രകാരം പറയുന്നു: ഇസ്സാഖാർ അസ്ഥിബലമുള്ള കഴുത, അവൻ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു. ആരോഗ്യത്തിലും തൊഴിൽ മേഖലയിലും നിപുണരായിരുന്നതുപോലെ തന്നെ യുദ്ധസന്നദ്ധരും പരാക്രമശാലികളും ബുദ്ധിശാലികളും ആയിരുന്നു ഇസ്സാഖാർ ഗോത്രക്കാർ. തികഞ്ഞ ഈശ്വരവിശ്വാസികളും ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവം നമുക്കും നൽകിയിരിക്കുന്ന കഴിവുകളും ആരോഗ്യവും ദൈവത്തിനായി വിനിയോഗിക്കുക. അങ്ങനെയെങ്കിൽ ദൈവം ഇസ്സാഖാർ ഗോത്രത്തെ അനുഗ്രഹിച്ചതുപോലെ നമ്മെയും അനുഗ്രഹിക്കും. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: പ്രിയ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കഴിവുകളും ആരോഗ്യവും അങ്ങേക്ക് വേണ്ടി തന്നെ വിനിയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.